സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ NDA പിന്തുണച്ചാൽ എന്ത് ചെയ്യും? കെ സുധാകരൻ വേണ്ടെന്ന് പറയൂ. എന്റെ അടുത്ത് പല ദൂതന്മാരും വന്നിരുന്നു, സംസാരിച്ചു എന്നുള്ള സത്യമാണ്. എനിക്ക് BJP യോജിച്ചു പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് BJP. അത് തർക്കം അതിന് ആരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അത് എന്റെ മിഷനാണ്, എന്റെ കാഴ്ചപ്പാടാണ്. ഇന്നത്തെ പൊളിറ്റിക്കൽ സിനാരിയോവിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അവര് ശക്തി നേടി വരികയാണ്. അപ്പോൾ ഇന്ന് ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ഷാഖിക്ക് കാവൽ നിന്നു എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറയാൻ മടിക്കാത്ത കെ സുധാകരൻ, എനിക്ക് വേണമെന്ന് തോന്നിയാൽ ഞാൻ BJP-യിൽ പോകുമെന്ന് പറയാൻ മടിക്കാതിരിക്കുന്ന കെ സുധാകരൻ സ്വതന്ത്രനായി കണ്ണൂരിൽ മത്സരിക്കുമ്പോൾ NDA പിന്തുണ പ്രഖ്യാപിച്ചാൽ വേണ്ടെന്ന് പറയുമെന്നുള്ളത് കോൺഗ്രസിന് ഉറപ്പില്ല. ഇതാണ് പ്രശ്നം. അങ്ങനെ വന്നാൽ ആരായി മാറി? ആസാമിലെ ഭൂപേൻ കുമാർ ബോറയായിട്ട് മാറും ഇവിടുത്തെ കെ സുധാകരൻ. അത് കേരളത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എത്രയാ? ഇവിടുത്തെ മൈനോറിറ്റിക്കിടയിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് എത്രയായിരിക്കും? KPCC അധ്യക്ഷനാണ് BJP-യുടെ പിന്തുണ സ്വീകരിച്ചിരിക്കുന്നത്. അതൊഴിവാക്കാനാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ തിരക്കിട്ട ശ്രമം നടക്കുന്നത്. ഇന്ന് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ, സീറ്റ് കിട്ടിയില്ലെങ്കിൽ നാളെ BJP-യിലേക്ക് പോകാൻ തരം പാത്തിരിക്കുന്നവരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടൂർ പ്രകാശ് എവിടെയാണ് മത്സരിച്ച് വിജയിച്ചത്? 684 വോട്ടോ മറ്റോ ആണ് ഭൂരിപക്ഷം. ആറ്റിങ്ങലിൽ 2ാം സ്ഥാനത്ത് ജോയ് വന്നു. പക്ഷേ അവിടെ അടൂർ പ്രകാശ് ഭരിച്ച 5 വർഷക്കാലം ഏകദേശം 6-7% വളർച്ച BJP ഉണ്ടാക്കിയിട്ടുണ്ട്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിർണായകമാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിൽ രാജിവെച്ച് ഇവിടെ മത്സരിക്കാൻ വന്ന് വിജയിച്ചാൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ BJP-ക്ക് കിട്ടില്ലെന്ന് എന്താ ഉറപ്പ്? അങ്ങനെ വന്നാൽ രണ്ടാമത് ആറ്റിങ്ങൽ മണ്ഡലം BJP-ക്ക് കൊടുത്തൊരു നേതാവായിട്ട് മാറും അടൂർ പ്രകാശ്. ഇതറിയാതെയല്ല അടൂർ പ്രകാശ് മത്സരിക്കാൻ പോകുന്നത്. അടൂർ പ്രകാശിന് എന്താ കിട്ടാത്തത്? അടൂർ പ്രകാശ് 96 മുതൽ കോന്നി മണ്ഡലത്തെ പ്രതിനിധീകരിക്കില്ലേ? 5 തവണ ചുരുങ്ങിയ പക്ഷം കോന്നി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചില്ലേ? എത്ര തവണ മന്ത്രിയായിരുന്നു? ഏതൊക്കെ വകുപ്പ് കൈകാര്യം ചെയ്ത്? ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്തു, ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്തു, റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്തു. ഈ വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്തിട്ടും അടൂർ പ്രകാശിന് മതിയായില്ലെങ്കിൽ, കെ സുധാകരന് മതിയായില്ലെങ്കിൽ, 12 തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടും മതിയായില്ലെങ്കിൽ എന്താണ് ഇതിന് പറയാൻ കഴിയുക? എന്ത് തീരുമാനമായി എടുക്കേണ്ടി വരിക? ഇതിനേക്കാൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം ഈ ഗാലക്സികളുടെ പ്രശ്നം. എറണാകുളം മണ്ഡലത്തിൽ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റിയാൽ ആര് വരുമെന്നുള്ളതാണ് പ്രശ്നം. എ ഗ്രൂപ്പിൽ നിന്നുള്ള ആൾ വരുമോ? ദീപക് ജോയിയെ തൃപ്പൂണിത്തറയിൽ നിർത്തണോ? ആരുടെ? ബാബുവിന്റെ ആവശ്യം അതല്ല. KC വേണുഗോപാൽ പക്ഷം നിർത്തണമോ? നമ്മൾ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുക. ഒരാഴ്ച പോലും ആയുസില്ലാത്ത ഗ്രൂപ്പ് ലോയൽറ്റിയാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. ഇന്നലെ വരെ രമേശ് ചെന്നിത്തലയുടെ നടന്നയാൾ ഇന്നൊരു സുപ്രഭാതത്തിൽ KC-യുടെ പക്ഷമാവുന്നു. ഇന്നലെ വരെ ഉമ്മൻചാണ്ടിയുടെ പക്ഷത്തുണ്ടായിരുന്നയാൾ ഇന്നൊരു സുപ്രഭാതത്തിൽ KC വേണുഗോപാലിന്റെ പക്ഷമാവുന്നു. ഇതാണ് കാണുന്ന കാഴ്ച. ഈ ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങൾക്കും സീറ്റ് ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടല്ലേ വൈപ്പിനിൽ, കൊച്ചിയിൽ, അതേപോലെ തൃപ്പൂണിത്തറയിൽ, പെരുമ്പാവൂരിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ പറ്റാതെ പോകുന്നത്? എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റണം എന്നുള്ളത് ചില നേതാക്കൾ പറയുന്നു. മാറ്റിയാൽ ആര് വരും? മനോജ് മൂത്തേടത്തെ കൊണ്ടുവരണമെന്ന് ബെന്നി ബെഹനാൻ പറയുന്നു. അതല്ല, മറ്റൊരു നേതാവിനെ കൊണ്ടുവരണമെന്ന് എ ഗ്രൂപ്പ് പറയുന്നു. ഇനി എൽദോസ് കുന്നപ്പള്ളിയെ നിർത്താൻ പറ്റുമോ എന്നുള്ളത്, ഷിയാസിനെ നിർത്താൻ പറ്റുമോ എന്നുള്ളത് VD സതീശൻ പറയുന്നു. ഇതിന്റെ ഫലമായിട്ട് ഒടുവിൽ ആര് ഔട്ടാവുന്നു? ദീപ്തി മേരി വർഗീസ് ഔട്ടാവുന്നു. കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ അവർ തിരിച്ചടി നേരിട്ടു. ഇപ്പോൾ ഇതാ വീണ്ടും സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്ന സമയത്ത് ദീപ്തി മേരി വർഗീസ് പുറത്താവുന്ന സാഹചര്യം ഉണ്ടാവുന്നു. പോസ്റ്റർ വരെ അടിച്ചു വെച്ചിരിക്കുകയാണ് ദീപ്തി മേരി വർഗീസ് പുറത്താവുന്നു. DCC പ്രസിഡന്റിന്റെ കാര്യത്തിൽ തീരുമാനമായില്ല. ഈ നേതാക്കൾ അസംതൃപ്തരായിട്ടുള്ള ആളുകൾ എങ്ങോട്ടാ ചേക്കേറാൻ പോകുന്നത്? അവർ കൂടുതലും CPM-ലേക്കാണെന്ന് കരുതിയാൽ തെറ്റി. ചില ആളുകൾ CPM-ലേക്കൊക്കെ വരും. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ ഭയക്കുന്നത് നേരത്തെ PIA സുനിൽ പറഞ്ഞ ആസാം ഫാക്ടറാണ്, ഹരിയാന ഫാക്ടറാണ്, ഒപ്പം തന്നെ ബീഹാർ ഫാക്ടറാണ്. ഈ അസംതൃപ്തരായിട്ടുള്ള ആളുകൾ വളരെ വേഗം ചേക്കേറിക്കൊണ്ടിരിക്കുന്നത് NDA ക്യാമ്പിലേക്കാണ്. നിങ്ങൾ കേരളത്തിൽ നോക്കൂ. കേരളത്തിൽ ഒരു KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് അമ്പലപ്പുഴയിൽ G സുധാകരനോടുള്ള വിയോജിപ്പ് മൂലം, G സുധാകരനെ സ്ഥാനാർത്ഥിയാക്കിയുള്ള വിയോജിപ്പ് മൂലം നേരെ പോയി കയറുന്നത് അങ്ങോട്ടാ NDA ക്യാമ്പിലേക്കാണ് കയറുന്നത്. എന്തിനാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. ആലപ്പുഴ മത്സരിക്കാൻ വേണ്ടി MJ ജോബ് പോകുന്നു. 1/2 ഡസൻ നേതാക്കൾ, വിമതരായിട്ട് മത്സരിക്കാൻ സാധ്യതയുള്ള 1/2 ഡസൻ നേതാക്കൾ NDA ക്യാമ്പുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. സ്ഥാനാർത്ഥി പട്ടിക ഒന്ന് പുറത്തു വരട്ടെ. ഇതിൽ 2-3 നേതാക്കൾ ഒരു പക്ഷേ NDA-യിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതാണ് നമ്മുടെ മുന്നിൽ ആസാം തെളിയിക്കുന്നത്. ആസാമിൽ നേരത്തെ പറഞ്ഞ 2 പ്രധാനപ്പെട്ട നേതാക്കൾ, അതിലൊരു നേതാവിന്റെ പേര് ഭൂപേൻ കുമാർ ബോറ എന്നാണ്. അദ്ദേഹം അവിടുത്തെ നേരത്തെ പറഞ്ഞതുപോലെ കെ സുധാകരൻ എങ്ങനെയായിരുന്നോ KPCC അധ്യക്ഷനായിരുന്നത്, അതുപോലെ ആസാമിന്റെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു ഭൂപേൻ കുമാർ ബോറ. ഇപ്പൊ എവിടെയാ? BJP-യിലാ. ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കി വായിച്ച മറ്റൊരു MP, 2 വട്ടം MP ആയ, 3 പതിറ്റാണ്ടിലേറെ കോൺഗ്രസിന്റെ മുഖമായിരുന്ന തരുൺ ഗൊഗോയ് മന്ത്രിസഭയിലെ തുടർച്ചയായിട്ടുള്ള മന്ത്രിസഭകളിൽ പ്രതിനിധീകരിച്ച പ്രദ്യുത് ബോർദോലെ എന്ന് പറയുന്ന നിലവിലത്തെ കോൺഗ്രസ് MP ദാ പോയി ചെന്ന് BJP ചേർന്നിരിക്കുന്നു. ഇന്നലെ വരെ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കിയ മനുഷ്യൻ ഇന്ന് ഹിമന്ത ബിശ്വ ശർമ്മയുടെ കയ്യിൽ നിന്ന് മാല വാങ്ങി സ്വീകരിച്ച പാർട്ടിയിലേക്ക് പോയി ചേർന്നിരിക്കുക, ഒരു ഉളുപ്പുമില്ലാതെ. ഇതാണ് ഹിമന്ത ബിശ്വ ശർമ്മ പോയതിന് പിന്നിൽ ഒരു കേസെങ്കിലും ഉണ്ടെന്ന് പറയാം. ഇത് കേസല്ല പ്രശ്നം. മാനിഫെസ്റ്റോ കമ്മിറ്റി മാത്രമല്ല, ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ, നിങ്ങൾ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ കുറ്റപത്രം വായിച്ച് 1 മാസം മുമ്പ് കുറ്റപത്രം വായിച്ചാൽ ഇന്ന് ഹിമന്ത ബിശ്വ ശർമ്മയിൽ നിന്ന് മാല വാങ്ങിയിടുന്നതിന് ഒരു ഉളുപ്പുമില്ലാത്ത കാലത്താണ് ഇത് സംഭവിക്കുന്നത്.